Hello friends, welcome to my channel. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. മീഷോ ഓൺലൈൻ ആപ്പിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ 2 പലാസോ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. 350 രൂപയേ ഉള്ളൂ. വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് കയ്പക്ക കൊണ്ട് കയ്പില്ലാത്തൊരു സലാഡ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കയ്പക്കയിൽ നമ്മൾ കുറച്ച് മുളകും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കയ്പക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ സലാഡ് വെറുതെ ഇരുന്ന് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ കയ്പക്ക ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ സലാഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കയ്പക്ക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 2 സവാള തിന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കയ്പക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കയ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങ നീരിനു പകരം വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പുളി കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കയ്പക്ക സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ അവിടെയൊക്കെ എന്തെന്നാ പറയുക? ഇവിടെ കയ്പക്ക എന്നും പറയും, അതുപോലെ തന്നെ പാവയ്ക്ക എന്നും പറയും. ഇനി നമുക്ക് മിക്സഡ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ, ഒരു പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഉപ്പേരി റെഡിയായി കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് പൊട്ടാറ്റോ മിക്സ്ഡ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക സലാഡും മിക്സ്ഡ് ഉപ്പേരിയും ഒക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.